ലഗ്നത്തിൽ നിന്ന് കേന്ദ്രത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു connected, disconnected, always. ഫോർ എക്സാമ്പിൾ Always connected, disconnected. It's like that. They don't know how it is happening. അപ്പൊ ചന്ദ്രൻ ലഗ്നമായിട്ടുള്ള ഹോറോസ്കോപ്പ് എടുത്ത് വെച്ച് ചന്ദ്രനാണ് ലഗ്നത്തിൽ നോക്കുന്നത്. വ്യാഴം ഏത് ഭാവത്തിലുമായിരുന്നു. പക്ഷെ വ്യാഴം നീചമാകുന്ന രാശിയിൽ തന്നെ മകരം. ശനി മകരത്തിന്റെ അതിനായിട്ടുള്ള ശനി ചന്ദ്രനിൽ നിന്ന് കേന്ദ്രത്തിലാണെന്ന് നോക്കുക. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രാജ്യമുണ്ട്. ഇതാണ് പ്രൈമറി കണ്ടീഷൻ. നീചമക രാജ്യവും വേണ്ടത് പ്രൈമറി കണ്ടീഷൻ ഒന്നാണ്. നീചമായിരിക്കുന്ന പ്ലാനറ്റ് അതിനെ ധരിക്കുന്ന ഗ്രഹം അത് ചന്ദ്രനിൽ നിന്ന് കേന്ദ്രത്തിലാകുന്നു. ഇനി ലഗ്നം എടുത്ത് നോക്കാം. ചന്ദ്രനല്ല ലഗ്നം. ലഗ്നം എടുത്ത് വെച്ച് നോക്കുമ്പോൾ വ്യാഴം നീചമാണെങ്കിൽ ശനി ലഗ്നത്തിൽ നിന്ന് കേന്ദ്രത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു നീചമകരാജവുമുണ്ട്. ഇതാണ് പ്രൈമറി കണ്ടീഷൻ. നീചമകരാജവുമുണ്ട്. കാരണം പണ്ടത്തെ കാലത്ത് മോസ്റ്റ്ലി മേബി വിസിബിൾ ആയിട്ടുള്ള പ്ലാനറ്റ് ചന്ദ്രൻ ആയതുകൊണ്ടായിരിക്കും ടൂ മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ചന്ദ്രനെ എല്ലാവർക്കും കൊടുക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ലഗ്നത്തിനും ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചന്ദ്രനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ലഗ്നത്തിന് കൊടുക്കുന്നുണ്ട്. കാരണം ലഗ്നം കറക്റ്റ് ആയാലും മാത്രമേ ചന്ദ്രനെ കറക്റ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. ചന്ദ്രൻ കറക്റ്റ് ആയി അതുകൊണ്ട് ലഗ്നം കറക്റ്റ് ആവണമെന്നില്ല. നമ്മൾ ലഗ്നം കൊടുത്തിട്ടാണ് ഹൗസസ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഈ യോഗത്തിൽ നിജമകരാജത്തിൽ ആദ്യം ചന്ദ്രൻ ഏത് ഭാവത്തിലാണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ വ്യാഴം നീചമാണ്. വ്യാഴം എവിടെയാണ് നീചമാകുന്നത്? Here I am inside my flat, TNT apartment, Vedangiri. I am here sitting inside my flat where I am. Okay? All the things are. പക്ഷെ വ്യാഴം നീചമാകുന്ന രാശിയാണ് മകരം. ശനി മകരത്തിന്റെ അതിനായിട്ടുള്ള ശനി ചന്ദ്രനിൽ നിന്ന് കേന്ദ്രത്തിലാണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നീചമകരാജയോഗമുണ്ട്. അതിനാലാണ് ശനി. ശനി എവിടെയാണ് നീചമാകുന്നത് നോക്കുന്നത്? ചന്ദ്രൻ ചാർട്ട് വെക്കാൻ പോകുന്നത്. ചന്ദ്രൻ ലഗ്നമായിട്ടുള്ള ഹോറോസ്കോപ്പ് വെക്കാൻ പോകുന്നത് സെക്കൻഡ് കണ്ടീഷനിൽ ലഗ്നം വെക്കുന്നു. ഓക്കെ. അപ്പോ ഈ പ്ലാനറ്റിൽ നീചമാകുന്ന പ്രത്യേക രാശിയാണ്. ആ രാശിയുടെ അധിപനാരാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കി. സൂര്യ നീചനാകുന്ന തുലാം രാശിയിലാണ്. തുലാം രാശിയുടെ അധിപനാരാണ് ശുക്രൻ. ചന്ദ്രൻ നീചനാകുന്നത് വൃശ്ചിക രാശിയിലാണ്. വൃശ്ചിക രാശിയുടെ അധിപനാരാണ് ചൊവ്വ. ചൊവ്വ നീചമാകുന്നത് എവിടെയാണ്? കർക്കിടകത്തിൽ. കർക്കിടകത്തിന്റെ ഭൂഗോളമാണ് ചന്ദ്രൻ. മെർക്കുറി എവിടെയാണ് നീചമാകുന്നത്? നീലം രാശിയിൽ. നീലം രാശി അധിപനാണ് വ്യാഴം. ശുക്രൻ എവിടെയാണ് നീചമാകുന്നത്? കന്യാരാശി. കന്യാരാശിയുടെ അധിപനാണ് വ്യാഴം എവിടെയാണ് നീചമാകുന്നത്? മകരം രാശിയുടെ അധിപനാണ് ശനി. ഈ പ്ലാനറ്റുകൾ ഏതെങ്കിലും നീചമായിട്ടുള്ള ആൾക്കാർ അവരുടെ ഹോറോസ്കോപ്പ് വെച്ചിട്ട് ചന്ദ്രൻ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് ആ ഭാവം ലഗ്നമായിട്ട് വെക്കണം. കാരണം പണ്ടത്തെ കാലത്ത് മോസ്റ്റ്ലി മേബി വിസിബിൾ ആയിട്ടുള്ള പ്ലാനറ്റ് ചന്ദ്രൻ ആയതുകൊണ്ടായിരിക്കും ടൂ മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ചന്ദ്രന് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ലഗ്നത്തിനും ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ചന്ദ്രനേക്കാളും കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ലഗ്നത്തിന് കൊടുക്കുന്നുണ്ട്. കാരണം ലഗ്നം കറക്റ്റ് ആയാലും മാത്രമേ ചന്ദ്രൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുള്ളൂ. ചന്ദ്രൻ കറക്റ്റ് ആയി പറഞ്ഞതുകൊണ്ട് ലഗ്നം കറക്റ്റ് ആവണമെന്നില്ല. നമ്മൾ ലഗ്നം ഹോറോസ്കോപ്പ് വെച്ചിട്ടാണ് ഹൗസസ് ഡിവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഈ യോഗത്തിൽ നിജമകരാജത്തിൽ ആദ്യം ചന്ദ്രൻ ഏത് ഭാവത്തിലാണ് വരുന്നത് ആ ഭാഗം ലഗ്നമാക്കി നമ്മൾ ഹോറോസ്കോപ്പ് വയ്ക്കുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ വ്യാഴം നീചം. വ്യാഴം എവിടെയാണ് നീചമാകുന്നത്? മകരത്തിൽ. അപ്പൊ ചന്ദ്രൻ ലഗ്നമായിട്ടുള്ള ഹോറോസ്കോപ്പ് എടുത്ത് വെച്ചും ചന്ദ്രനാണ് ലഗ്നത്തിൽ വരുന്നത്. വ്യാഴം ഏത് ഭാവത്തിലുമായിരുന്നു. പക്ഷെ വ്യാഴം നീചമാകുന്ന രാശിയിൽ തന്നെ മകരം. ശനി മകരത്തിന്റെ അതിനായിട്ടുള്ള ശനി ചന്ദ്രനിൽ നിന്ന് കേന്ദ്രത്തിലാണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നീചമകരാജയോഗമുണ്ട്. ഇതാണ് പക്ഷെ ഈ യോഗത്തിൽ നിജമകരാജയോഗത്തിൽ ആദ്യം ചന്ദ്രൻ ഏത്
നീചമാകുന്നത് ആലോചിക്കുക. അപ്പൊ ചന്ദ്രൻ ലഗ്നമായിട്ടുള്ള ഹോറോസ്കോപ്പ് എടുത്ത് വെച്ചും ചന്ദ്രനാണ് ലഗ്നത്തിൽ വരുന്നത്. വ്യാഴം ഏത് ഭാവത്തിലുമായിരുന്നു. പക്ഷെ വ്യാഴം നീചമാകുന്ന രാശി ഏതാണ്? മകരം. ശനി മകരത്തിന്റെ അധിപനായിട്ടുള്ള ശനി ചന്ദ്രനിൽ നിന്ന് കേന്ദ്രത്തിലാണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നീചമംഗലാജയോഗമുണ്ട്. ഇതാണ് പ്രൈമറി കണ്ടീഷൻ. നീചമംഗലാജയോഗം വരുന്നത് പ്രൈമറി കണ്ടീഷൻ ഒന്നാണ്. നീചമായിരിക്കുന്ന പ്ലാനറ്റ് അതിനെ ഭരിക്കുന്ന ഗ്രഹം അത് ചന്ദ്രനിൽ നിന്ന് കേന്ദ്രത്തിലാകുന്നു. ഇനി ലഗ്നം എടുത്ത് വെച്ച് നോക്കാം. ചന്ദ്രനല്ല ലഗ്നം. ലഗ്നം എടുത്ത് വെച്ച് നോക്കുമ്പോൾ വ്യാഴം നീചമാണെങ്കിൽ ശനി ലഗ്നത്തിൽ നിന്ന് കേന്ദ്രത്തിലാണെങ്കിൽ നിങ്ങൾക്കൊരു നീചമംഗലാജയമുണ്ട്. ഇതാണ് പ്രൈമറി കണ്ടീഷൻ. നീചമംഗലാജയമുണ്ട്. ഒരു പ്ലാനറ്റ് കേന്ദ്രത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാതെയില്ല. എല്ലാ പ്ലാനറ്റുകളും നോർമലി നമുക്ക് കിട്ടുന്നത് കേന്ദ്ര ഭാവങ്ങളിലാണ്. അപ്പോൾ നീചമായിട്ടുള്ള പ്ലാനറ്റ് എന്താണെങ്കിലും അവിടെ ഒരു വീക്ക്നെസ് ഉണ്ട്. ആ പ്ലാനറ്റിന്റെ വീക്ക്നെസിനെ മറികടക്കാനായിട്ട് കേന്ദ്രത്തിൽ നിൽക്കുന്ന പ്ലാനറ്റിനെ കഴിയും. അതാണ് നീചമംഗലാജയം. വേറെ പല യോഗങ്ങളും കണ്ടീഷൻസും ഒക്കെ കാണും. പക്ഷെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നത് നീചമംഗലാജയത്തെ മാത്രമാണ്. നീചമായിട്ടുള്ള പ്ലാനറ്റ് അതേത് ഭാവത്തിലുമാണ്. പക്ഷെ ആ പ്ലാനറ്റ് ഇരിക്കുന്ന രാശിയുടെ അധിപൻ ചന്ദ്രനിൽ നിന്ന് കേന്ദ്രത്തിലാണോ ലഗ്നത്തിൽ നിന്ന് കേന്ദ്രത്തിലാണോ? അതാണ് ഫസ്റ്റ് ഡിഗ്രി നീചമംഗലാജയം. ഇനി അടുത്തത് നമുക്ക് ലഗ്ന ഹോറോസ്കോപ്പ് മാത്രം നോക്കിയാൽ മതി. അതിനെന്താണ് ഞാൻ പറഞ്ഞത്. വ്യാഴം എടുക്കാം. വ്യാഴം എവിടെയാണ് നീചമാകുന്നത്? കേപ്രിക്കോൺ രാശിയിൽ. വ്യാഴം എവിടെയാണ് എക്സോൾട്ടഡ് ആകുന്നത്? ക്യാൻസർ രാശിയിൽ. ക്യാൻസർ രാശിയുടെ അധിപനാരാണ്? ചന്ദ്രൻ. ചന്ദ്രൻ ലഗ്നത്തിന്റെ കേന്ദ്രത്തിലാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടും. അവിടെ നമുക്ക് നീചമംഗലാജയം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നീചമംഗലാജയം ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ചന്ദ്രനെ നോക്കേണ്ട? ലഗ്നം മാത്രം നോക്കിയാൽ മതി എന്നുള്ളത്. ചന്ദ്രനെ മൂന്നാട്ടിനെ എടുക്കുമ്പോൾ മൂന്നെണ്ണാണെങ്കിൽ ലഗ്നത്തിലാണല്ലോ, കേന്ദ്രത്തിലാണല്ലോ. അപ്പൊ അതിന് കാര്യമില്ല. അവിടെയാണ് നമുക്ക് ലഗ്നം മാത്രം നോക്കിയാൽ മതി. ഇനി ഈ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ ഇപ്പൊ ചിലർക്ക് ചില ഡൗട്ടുകൾ കൊണ്ടുപോകണം. ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ ശുക്രൻ എഴുതാം. ശുക്രൻ എവിടെയാണ് നീചമാകുന്നത്? കന്നിരാശി. കന്നിരാശി ആരാണ് എക്സോൾട്ടഡ് ആകുന്നത്? കന്നിരാശിയുടെ അധിപതി കൂടെയാണ്. ഈ തരത്തിൽ ലഗ്നത്തിന്റെ കേന്ദ്രത്തിൽ